എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ക്വിസ് മത്സരങ്ങളിൽ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനൽ കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, നാം റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജനുവരി 26. 2025 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 76ാമത് റിപ്പബ്ലിക് ദിനം. 2025 ഇന്ത്യയുടെ റിപ്പബ്ലിക് ചടങ്ങിൻ്റെ മുഖ്യാതിഥിയാകുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര്? ഉത്തരം പ്രഭാവോ സുബിയാന്തോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എപ്രകാരമാണ്? ഉത്തരം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയ ദിനം ഏത്? ഉത്തരം 1949 നവംബർ 26. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? ഉത്തരം അമേരിക്കൻ ഭരണഘടന. ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഉത്തരം അഹമ്മദ് സുകാർണോ. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആര്? ഉത്തരം നന്ദലാൽ ബോസ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആരായിരുന്നു? ഉത്തരം ഇമ്മാനുവൽ മാക്രോൺ. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തരം രാഷ്ട്രപതി ഭവനിൽ നിന്ന്. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ ആര്? ഉത്തരം MN റോയ്. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചത് എന്നായിരുന്നു? ഉത്തരം 1949 നവംബർ 26. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹി. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 30 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ഉത്തരം ആമുഖത്തെ. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജെയിംസ് മാസിഡൻ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം KM മുൻഷി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? ഉത്തരം വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരായിരുന്നു? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്.
അത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഗ്രീസ്. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? ഉത്തരം രാഷ്ട്രപതി. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. ഭരണഘടന നിർമ്മാണ സഭയിലെ 15 വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? ഉത്തരം 3 മലയാളി വനിതകൾ. ചെങ്കോട്ട പണി കഴിയിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം ഷാജഹാൻ ചക്രവർത്തി. റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം ഗവർണർ. സാരേ ജഹാം സേ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തത്? ഉത്തരം മുണ്ടകോപനിഷത്തിൽ നിന്ന്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഉത്തരം മയിൽ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? ഉത്തരം താമര. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം പേരാൽ. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഗംഗാ നദി. ഇന്ത്യയുടെ ദേശീയ മൃഗം? ഉത്തരം കടുവ. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? ഉത്തരം മാങ്ങ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത്? ഉത്തരം 395 അനുച്ഛേദങ്ങൾ. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടി ആയിരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി രാഷ്ട്രപതിയായാൽ ഞാൻ അവളുടെ സേവകൻ ആയിരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? ഒരു മഹാത്മാവിൻ്റെ വാക്കുകളാണിവ. ഇതാരുടെ വാക്കുകളാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണിവ. ഭരണഘടനാ ദിനമായി നാം ആചരിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 26. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം? ഉത്തരം 1964. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1947 ജൂലൈ 22. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ നാവികസേനയുടെ മാർച്ച് നയിച്ച ആദ്യ മലയാളി വനിത ആര്? ഉത്തരം
ലഫ്റ്റനന്റ് കമാൻഡർ അപർണ നായർ. റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ ദൂരം എത്ര? ഉത്തരം 8.2 കിലോമീറ്റർ. 2023 റിപ്പബ്ലിക് പരേഡിൽ കേരളം അവതരിപ്പിച്ച ഫ്ലോട്ടിൻ്റെ വിഷയം ഏത്? ഉത്തരം സ്ത്രീ ശാക്തീകരണം. 2023 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആര്? ഉത്തരം അബ്ദുൽ ഫത്താഹ് അൽ സിസി. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ജനക്ഷേമ രാഷ്ട്രം. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കൂട്ടുകാരെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് മറക്കണ്ട. 1000 ലൈക്കാണ്. എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. കൂടുതൽ ചോദ്യോത്തരങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് താഴെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ചോദ്യോത്തരങ്ങൾ പഠിക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ കൂടുതൽ ചോദ്യോത്തരങ്ങൾ പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും പുതിയ വീഡിയോസ് ഒക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.